നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ചേച്ചി എന്തിനു കൊണ്ടുവന്നെ? നിന്റെ അച്ഛൻ പറഞ്ഞ കേക്കണ്ടേ? ബഹളം വെച്ചപ്പോ എന്നോട് പോരണ്ടാന്നാ പറഞ്ഞത്. 3-ാം ദിവസം രാവിലെയാണ് ഇത് പൂർത്തിയാകുന്നതെന്നാ പറഞ്ഞേ. ഇനി എന്തൊക്കെയാണാവോ പറയാൻ പോകുന്ന ചടങ്ങുകള്. ഉർവശിക്ക് പൂജയിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അകത്തു പോയിരുന്നോളൂ. അല്ലമ്മേ, ഇത് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാ ഇതൊക്കെ വേണ്ടാത്തതായി തോന്നുന്നേ. സ്വന്തം ഭർത്താവിനും മകനും വേണ്ടിയും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. പരമേശ്വര, ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിനക്ക്? ഇല്ലമ്മേ, പൂജ വരുണിന് വേണ്ടിയല്ലേ. അവന് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് ക്ഷീണമൊന്നും തോന്നില്ല. നമസ്കാരം തിരുമേനി. നമസ്കാരം. ദേവനാരായണൻ വരുന്നുവെന്ന് ഇവിടെ പറഞ്ഞിരുന്നു. സുഖമാണല്ലോ അല്ലേ? ഓ, സുഖായിരിക്കുന്നു. ആ, വാഴപ്പള്ളി ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്നത്തിനാണ് നമ്മൾ അവസാനമായി കണ്ടത്. തിരുമേനി എല്ലാം ഓർത്തു വച്ചിരിക്കുന്നല്ലോ, സന്തോഷം. ആ, എന്നാ ഞാനൊന്ന് അങ്ങോട്ട് നിൽക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാം കൃത്യമാണല്ലോ അല്ലേ? ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല തിരുമേനി. എനിക്കൊന്ന് കാലടറിയാലും പ്രാർത്ഥനയായിട്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ചുറ്റും. മുത്തശ്ശന്ന് വന്നേ. എന്താ ചേച്ചി എന്തിനു കൊണ്ടുവന്നെ? നിന്റെ അച്ഛൻ പറഞ്ഞ കേക്കണ്ടേ? ബഹളം വെച്ചപ്പോ എന്നോട് പോരണ്ടാന്നാ പറഞ്ഞത്. ദേവനാരായണൻ വന്നോളൂ, വിളക്കുകൾ കൊളുത്താം. വന്നോളൂ.
രാധിക മോൾ എന്താ ഇവിടെ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. വാ മോളെ. ഇവർക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? അതെ, പൂജ നടക്കുമ്പോ തിരുമേനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ആർക്കും പൂജാവിധികൾ നോക്കി നടത്തി ശീലമില്ല. നിങ്ങൾക്കത് അറിയാലോ, അതുകൊണ്ടാ പറയുന്നത്. പറ്റില്ലേ? ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. എല്ലാം ഓർത്ത് വെച്ചോളാം. എല്ലാം ഓർത്താ മതി. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനിയിപ്പോ പൂജാകർമ്മങ്ങളിലേക്ക് കടക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. ആ ശരി. ദൈവാധീനം എത്ര ഉണ്ടായാലും മനുഷ്യൻ അവരുടെ പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറികടക്കേണ്ട ചില നിമിഷങ്ങളുണ്ട്. കണിമംഗലം കുടുംബത്തിനും വരുണിന്റെ ജീവിതത്തിനും അങ്ങനെ നിർണായകരമായ ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ഈ നടക്കുന്നത്. ഈ പൂജയിൽ വരുണിന്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതും വരുൺ താലികെട്ടിയ ആളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.